ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചു തുടങ്ങുകയാണ്. സെക്കൻഡ് മോഡ്യൂളിലാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ ഒരു സി പ്രോഗ്രാം അതിൻ്റെ കോഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കമ്പൈൽ ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് സിയിൽ എഴുതിയ ഒരു കോഡ്, അതായത് സിയിൽ എഴുതിയ പ്രോഗ്രാം എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, എന്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് റൺ ചെയ്യേണ്ടത്. ഈ റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പൈൽ ചെയ്യുക എന്നും പറയും. ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുക, കോഡിനെ കമ്പൈൽ ചെയ്യുക. അപ്പോൾ കമ്പൈൽ ചെയ്യാനായിട്ട് എന്തൊക്കെ സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് പറയാം. ഒന്ന്, നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ. നമ്മുടെ ഈ പ്രോഗ്രാം കോഡ് സാധാരണ ടൈപ്പ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് പി സിയിലായിരിക്കും എല്ലാവരും മിക്കവാറും ടൈപ്പ് ചെയ്യുന്നത്. എന്നാലും ഇപ്പോൾ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് മൊബൈലിലും ടൈപ്പ് ചെയ്യാൻ പറ്റും, കോഡൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നാലും വളരെ ഡിഫിക്കൽട്ടായിരിക്കും അതിൻ്റെ സിൻടാക്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാനും അതിൻ്റെ സ്പെഷ്യൽ സിമ്പിൾസൊക്കെ ടൈപ്പ് ചെയ്യാനും ഒക്കെ നമ്മുടെ മൊബൈലിൽ കീബോർഡ് ഉപയോഗിച്ചാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ എന്നാലും ആ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും മൊബൈൽ ഉപയോഗിച്ച് കോഡ് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സി ലാംഗ്വേജ് അതിൻ്റെ കമ്പൈലറെല്ലാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പം ആ ആപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് എന്നെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാതെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ പി സിയിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഈ സി കമ്പൈലർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെറ്റിൻ്റെ ആവശ്യമില്ല. ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാനൊക്കും. അത് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കമ്പൈലർ, അതായത് നമ്മുടെ വെബ് ബ്രൗസർ വഴി അക്സസ് ചെയ്യുക. ഒരു വെബ്സൈറ്റ് കാണും, ആ വെബ്സൈറ്റിൽ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓൺലൈൻ കമ്പൈലർ എന്ന് പറയും. അപ്പോൾ അപ്പോൾ സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നെറ്റ് അവൈലബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റൺ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മുടെ എഴുതിയ കോഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്ന് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ മുതൽ നമ്മുടെ സി ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഡെസ്ക്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു കമ്പൈലറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോഡ് ബ്ലോക്സ് ഇത് ഫ്രീ സോഫ്റ്റ്വെയർ തന്നെയാണ്. സി പ്രോഗ്രാംസ് അല്ലെങ്കിൽ C++ റൺ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പൈലറാണ് കോഡ് ബ്ലോക്സ് എന്ന്. ഇത് ഒന്നുകിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് വെബ്സൈറ്റ് കിട്ടും, അതല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് ഈ codblocks.org എന്ന വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് ഈ സൈറ്റ് അവരുടെ ഹോം സൈറ്റ് കിട്ടും. അതിൽ നിന്ന് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നേരെ ഇവിടെ ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനുണ്ട്, അതിൽ ചെല്ലുക. ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനിൽ ചെന്നിട്ട് ഡൗൺലോഡ് ബൈനറി റിലീസ്, അതാണ് നമുക്ക് വേണ്ടത്. ഡൗൺലോഡ് ബൈനറി റിലീസ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോഴത്തേക്കും ഒരുപാട് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അവൈലബിൾ ആണ്: വിൻഡോസ്, ലിനക്സ്, ആപ്പിൾ OS. ഈ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഫയൽസ് അവൈലബിൾ ആണ്, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയൽസ് അവൈലബിൾ ആണ്. വിൻഡോസിൻ്റെതാണ് ഞാനിവിടെ കാണിക്കുന്നതാണ്. മെജോറിറ്റി വിൻഡോസ് തന്നെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വിൻഡോസ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അകത്ത് ഒരുപാട് സെറ്റ് ഓഫ് ഫയൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ആ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഫയൽ, അതായത് കോഡ് ബ്ലോക്സ്. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ നമ്പർ ഇവിടെ കാണും. പ്രസൻ്റ്ലി 20.03 ആണ് പ്രസൻറ്റ് ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഈ mingw setup.exe ഈ ഒരു ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം കാണുന്ന ഫയലല്ല ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതിൽ കമ്പൈലർ കാണത്തില്ല. കമ്പൈലറും കൂടെ ഇൻക്ലൂഡ് ചെയ്ത സെറ്റപ്പ് ഫയലാണ് ഈ mingw setup.exe എന്ന് പറയുന്ന ഫയൽ. അതല്ല നിങ്ങളുടെ വിൻഡോസ് സിസ്റ്റം 32 ബിറ്റിൻ്റെ ആണെങ്കിൽ 32 ബിറ്റിനുള്ള സോഫ്റ്റ്വെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും 64 ബിറ്റ് തന്നെയായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ളത് ഈ 4ാമത്തെ ഫയലായ mingw setup.exe എന്ന ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഫോഴ്സ് ഹബിൽ നിന്നോ സോഴ്സ് ഫോർജിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു 80 MB ഒരു ഫയലായിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രൊസീജിയറൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത് നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. കമ്പൈലറൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള കമ്പൈലർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പർട്ടിക്കുലർ ഫയലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ഏറ്റവും ആദ്യത്തെ ഫയലല്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ mingw -setup.exe എന്ന ഫയലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഒരു അറൗണ്ട് 80 MB ആയിരിക്കും ആ ഫയലിൻ്റെ സൈസ്.
അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കപ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഐക്കൺ വരും. നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. കോഡ് ബ്ലോക്സിൻ്റെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് രീതിയിലൂടെ നമുക്ക് ഇതിലൊരു ഫയൽ ഓപ്പൺ ചെയ്ത് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ ഒരു വഴിയാണോ ഒരു മെത്തേഡാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നിന്ന് നമുക്ക് ഈ കൺസോൾ ആപ്ലിക്കേഷൻ എന്ന ടൈപ്പാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. കൺസോൾ ആപ്ലിക്കേഷൻ അതെടുക്കുക, ഗോ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തത് ഏത് ലാംഗ്വേജ് ആണെന്ന് ചോദിക്കുക. നമുക്ക് സി ആണ് പഠിക്കാനുള്ളത്, അതുകൊണ്ട് സി എന്ന ലാംഗ്വേജ് ചൂസ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് അതിൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് സാമ്പിൾ എന്ന് കൊടുക്കുന്നു. പേര് ടൈപ്പ് ചെയ്യാം. എവിടെയാണെന്ന് വെച്ചാൽ അത് ഫയൽ സ്റ്റോർ ചെയ്യേണ്ട അഡ്രസ്സ് എല്ലാം നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡീഫോൾട്ടായിട്ട് ഈ GNU GCC കമ്പൈലർ എന്ന ഒരു കമ്പൈലർ ആയിരിക്കും ചൂസ് ചെയ്തിരിക്കുന്നത്. ആ കമ്പൈലർ തന്നെ എടുക്കുക. അങ്ങനെ ഒരുപാട് കമ്പൈലേഴ്സ് കാണും. ഡീഫോൾട്ടായിട്ട് കൊടുക്കുന്ന കമ്പൈലർ തന്നെ ചൂസ് ചെയ്യുക. അത് ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട. GNU GCC എന്ന കമ്പൈലർ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത്. അത് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമുക്കിതാ ഇവിടെയാണ് വേണ്ടത്. ഇവിടെ നിന്ന് ഈ സോഴ്സസ് എന്നുള്ള ഈ ഒരു പ്ലസ് സൈൻ അത് എക്സ്പാൻഡ് ചെയ്യുക. എന്നിട്ട് main.c എന്നുള്ള ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നമുക്ക് ഇവിടെയാണ് ആക്ച്വലി ടൈപ്പ് ചെയ്യാനുള്ളത്. ഇതിൽ സാമ്പിളായിട്ട് ഇങ്ങനെ ഒരു 3-4 ലൈൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിരിക്കും. അത് നമുക്കത് മുഴുവൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ടൈപ്പ് ചെയ്ത് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്കത് റൺ ചെയ്തും കൂടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ട ഒരു കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കോഡെന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് മോഡ്യൂളിൽ അവസാനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സോർട്ടിംഗ് മെത്തേഡ്, നമ്മൾ കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുന്ന ബബിൾ സോർട്ട് മെത്തേഡ് നമ്മൾ പഠിച്ചായിരുന്നു. ആ ബബിൾ സോർട്ട് മെത്തേഡിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കാണാതെ പഠിച്ച് എക്സാമിന് എഴുതാനുള്ളതാണ്. തേർഡ് മോഡ്യൂളിൽ നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ ഈ കാണുന്ന ഈ പ്രോഗ്രാം തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. തേർഡ് മോഡ്യൂളിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബബിൾ സോർട്ട് അൽഗോരിതത്തിൻ്റെ പ്രോഗ്രാമാണിത്. അപ്പം ഇതാണ് ഞാനിവിടെ സാമ്പിളായിട്ട് റൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യാനായിട്ട് ഇപ്പം ഇതെല്ലാം കോഡെല്ലാം കൊടുത്തു. സിൻടാക്സ് എറർ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സിൻടാക്സ് എറർ ഉണ്ട് എങ്കിൽ എറർ അത് എഴുതി കാണിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ബിൽഡ് ആൻഡ് റൺ എന്ന് പറയുന്ന ഒരു ഐക്കണുണ്ട്. ബിൽഡ് ആൻഡ് റൺ എന്നൊരു ഐക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് കമ്പയർ ചെയ്ത് എറർ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഇവിടെ താഴത്തെ ഈ വിൻഡോയിൽ എഴുതി കാണിക്കും. ഇതിപ്പോൾ എററൊന്നുമില്ല. 0 എറേഴ്സ് 0 വാർണിങ്സ് എന്ന് കൊടുത്തു. അപ്പം ഒരു എററോ വാർണിങ്സോ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എങ്കിൽ അത് റൺ ചെയ്യുക. പ്രോഗ്രാം റൺ ചെയ്യും. റൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു വിൻഡോ അത് പോപ്പപ്പ് ചെയ്യുന്നത്. ഈ വിൻഡോയെ ഔട്ട്പുട്ട് സ്ക്രീൻ എന്നാണ് പറയുന്നത്. ഇത് എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു സ്ക്രീനാണ്. അപ്പോൾ ഇതായത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പം അപ്പിയർ ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് സ്ക്രീനാണിത്. പിന്നെ ഇതിലാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ഇൻപുട്ട് വാല്യൂസ് ഒക്കെ കൊടുക്കുന്നതും അത് റൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതെല്ലാം ഈ ഒരു ബ്ലാക്ക് സ്ക്രീനിലാണ്. ഇതിനെ ഔട്ട്പുട്ട് സ്ക്രീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഒരു മെസ്സേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എൻ്റർ ദി നമ്പർ ഓഫ് വാല്യൂസ് ടു ബി സോർട്ടഡ്. അതായത് എത്ര നമ്പേഴ്സ് സോർട്ട് ചെയ്യണം, നമ്മൾ എത്ര നമ്പേഴ്സാണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ആ നമ്പേഴ്സിൻ്റെ എണ്ണമാണ് അവരാദ്യം ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് 5 നിങ്ങൾ കൊടുത്തു. 5 നമ്പേഴ്സാണ് സോർട്ട് ചെയ്യേണ്ടത്. 5 എന്ന വാല്യൂ ഇവിടെ കൊടുത്തു. ഉടനെ അടുത്ത് ചോദിക്കും എൻ്റർ 5 വാല്യൂസ് ടു സോർട്ട് എന്ന് ചോദിക്കും. ആ സോർട്ട് ചെയ്യേണ്ട 5 വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. നമ്മൾ 5 ഇൻറ്റീജർ നമ്പേഴ്സ് ജസ്റ്റ് റാൻഡമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 12, 78, 25, 10, പിന്നെ 45. 5 നമ്പേഴ്സ് റാൻഡമായിട്ടൊരു 5 നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇവിടെ 5ാമത്തെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുന്നതും ഔട്ട്പുട്ട് അപ്പം തന്നെ അത് കാണിക്കും. സോർട്ടഡ് വാല്യൂസ് ഇൻ അസെൻഡിങ് ഓർഡർ ആർ എന്നും പറഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ആ ഒരു സോർട്ട് ചെയ്ത ഒരു ഫോം ഔട്ട്പുട്ടായിട്ട് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. 10, 12, 25, 45, 78 ഇങ്ങനെ സോർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സോർട്ടിങ് അറേ. നമ്മൾ ബബിൾ സോർട്ട് അറേ ആ ഒരു അൽഗോരിതം വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ റൺ ചെയ്ത് ഔട്ട്പുട്ട് എടുത്ത് കാണിച്ചത്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ വിൻഡോ ക്ലോസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു എക്സിൽ വെച്ച് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ പ്രസ് എനി കീ ടു കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വിൻഡോ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം റൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം അറിയേണ്ടത് ഇവിടെ നമ്മൾ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും. ഈ സോഴ്സസ് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് മെയിൻ സീൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്.
ആൾറെഡി ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബിൽഡ് ആൻഡ് റൺ എന്ന ആ ഒരു ഐക്കണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ട് സ്ക്രീന് എക്സ്ട്രാ പുതിയൊരു സ്ക്രീൻ പോപ്പപ്പ് ചെയ്യും. അതിലായിരിക്കും ഇനി നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്നതല്ലേ അതിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സാമ്പിളും കൂടെ കാണാം നമുക്ക്. എൻ്റർ ദി നമ്പർ ഓഫ് വാല്യൂസ് ടു ബി സോർട്ടഡ്. നമ്മൾ 10 എന്ന് കൊടുത്തു. 10 വാല്യൂസ് നമുക്ക് സോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ 10 വാല്യൂസ് എൻ്റർ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നു. നമ്മൾ റാൻഡമായിട്ട് കുറച്ച് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുക്കാവൂ. 10 എണ്ണം എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്തോളൂ. 58, 14, 18, 35. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. 10 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. അവസാനത്തെ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യേണ്ടത്. നമ്മുടെ സി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് PC-യിലോ ലാപ്ടോപ്പിലോ ഒക്കെ മാത്രമേ നമുക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാനൊക്കത്തുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, അതിന് പകരം ഓൺലൈനായിട്ട്, അതായത് നെറ്റ് കണക്ഷൻ, ഫുൾ ടൈം നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഓൺലൈൻ കമ്പൈലർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഡ് റൺ ചെയ്യാനൊക്കും. അപ്പോൾ അത് റൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് സി ഓൺലൈൻ കമ്പൈലർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഇവിടെ രണ്ടാമത്തെ ഒരു റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ റിസൾട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കമ്പാരിറ്റീവ്ലി ഈ രണ്ടാമത്തെ ഈ ഒരു റിസൾട്ടാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ രണ്ടാമത്തെ റിസൾട്ട് വന്ന ഈ ഓൺലൈൻ GDB.com എന്ന് പറയുന്ന അത് ഓപ്പൺ ചെയ്യുക. ഡയറക്റ്റായിട്ട് ഈ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് റൺ ചെയ്യാനൊക്കും. നമുക്കിതിൽ വേണമെങ്കിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കോഡെല്ലാം കൂടെ ഓൺലൈനിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും ക്ലൗഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. ഇവിടെ നമുക്ക് സിയോ അല്ലെങ്കിൽ C++ഓ അല്ലെങ്കിൽ വേറെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കും. നമുക്കിവിടെ വേണ്ടത് C ആയതുകൊണ്ട് C തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സാമ്പിളായിട്ട് ഒരു സാമ്പിൾ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കും. നമുക്കത് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കോഡ് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിനെ റൺ ചെയ്യാം. ഇപ്പോൾ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് കണക്ഷൻ എറർ എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ നെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ കറക്റ്റായി ടൈപ്പ് ചെയ്യുക. റൺ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതിൽ പുതിയ ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സ്ക്രീനൊന്നും അപ്പിയർ ചെയ്യത്തില്ല. ഇതിൻ്റെ താഴത്തെ പോർഷനിൽ ഒരു ബ്ലാക്ക് പോർഷനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ആക്ച്വലിയുള്ള ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും അത് ചോദിക്കുന്നത്. എൻ്റെ ദി നമ്പർ ഓഫ് വാല്യൂസ് ടു ബി സോർട്ടഡ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു 4 നമ്പേഴ്സ് ആയിക്കോട്ടെ, 4 നമ്പേഴ്സ് സോർട്ട് ചെയ്യാമെന്ന് കരുതാം. അപ്പോൾ 4 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി 4 വാല്യൂസ് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നു. 54, 62, 45, 10. 4 നമ്പർ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും സോർട്ടഡ് വാല്യൂസ് ഇൻ അസെൻഡിങ് ഓർഡർ ആണെന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്കിങ്ങനെ മുകളിലോട്ടൊക്കെ എടുക്കാനൊക്കും. അപ്പോൾ ഇതിൽ പുതിയൊരു വിൻഡോയിലെല്ലാം ഔട്ട്പുട്ട് സ്ക്രീനായിട്ട് കാണിക്കുന്ന ഇതിൻ്റെ പോർഷനിൽ, കോഡിൻ്റെ താഴത്തെ പോർഷനിലായിരിക്കും ആ ഒരു ഔട്ട്പുട്ട് അപ്പിയർ ചെയ്യുന്നത്. നമുക്ക് ഇതിങ്ങനെ താഴോട്ട് മുകളിലോട്ടൊക്കെ ആക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ നമുക്കത് റൺ ചെയ്യാൻ നോക്കും. അല്ല, ഇനി എന്തെങ്കിലും എറർ ഉണ്ട് എങ്കിൽ അതിവിടെ തന്നെ മെസ്സേജ് കാണിച്ചോളൂ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഞാനിവിടെ ഈ ഒരു സെമി കോളൻ റിമൂവ് ചെയ്യുന്നതെന്ന് കരുതുക. ഇനി റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുമ്പോൾ എറർ കാണിക്കും. ആ ഒരു സെമി കോളിൻ്റെ ഏത് പർട്ടിക്കുലർ ലൈനിലാണ് ഇഷ്യൂ എന്ന് വരുന്നത്. ഈ 10.5 എന്ന് പറഞ്ഞത് ഈ 10 നമ്മൾ റിമൂവ് ചെയ്തത് ഇവിടുത്തെ ഇതിലാണ്. അപ്പം 12ാമത്തെ ഇതിൽ ലൈൻ കാണിക്കില്ല. കോഡ് ബ്ലോക്സിൽ കറക്റ്റായിട്ടുള്ള ലൈൻ ഏതാണെന്ന് ഇത് കാണിക്കും. ഏത് ലൈനിലാണ് ഇഷ്യൂ ഉള്ളതെന്ന് കോഡ് ബ്ലോക്സിൽ കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കും. ഇതിലങ്ങനെ കാണിക്കുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ നോക്കും എവിടെയാണ് എറർ എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ ബേസ് ചെയ്ത് എക്സ്പെക്റ്റഡ് സെമികോളൻ ബിഫോർ 4 എന്നൊരു സംഭവം. ഇത് അവർ ഉദ്ദേശിച്ചത് ഈ ലൈൻ 10 എന്ന് പറഞ്ഞത് ഈ ഒരു ലൈനിൽ ഇവിടെ ഒരു സെമികോളൻ മിസ്സിംഗ് ആണ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ആക്ച്വലി റിമൂവ് ചെയ്ത് ഇവിടെയാണെങ്കിലും ഫോർ ലൂപ്പിൻ്റെ അകത്താണ് അത് വരുന്നതെന്ന് ഓർക്കുന്നില്ല. അതുകൊണ്ട് അവർ ഇവിടുത്തെ ഒരു എററായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ആയിക്കോട്ടെ എന്തായാലും. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് റൺ ചെയ്യാൻ നോക്കും. ഈ ഒരു ഇൻ്റർഫേസിൻ്റെ ഒരു ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലും ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈലിലും ആപ്പൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വെബ്സൈറ്റ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഓൺലൈൻ GDB.com എന്ന വെബ്സൈറ്റിൽ കയറി നമ്മുടെ മൊബൈലിലും ബ്രൗസറുണ്ട്, അതുവഴി കയറി തന്നെ നമുക്ക് റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. മൊബൈലാകുമ്പോൾ എന്തായാലും ഫുൾ ടൈം ഇൻ്റർനെറ്റ് കാണുമല്ലോ. അപ്പം ആപ്പിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈലിലൂടെ ആണെങ്കിലും ഈ വെബ്സൈറ്റ് വഴി നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇങ്ങനത്തെ 2 മെത്തേഡിലാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഈ സോഫ്റ്റ്വെയർ മെത്തേഡ് തന്നെയാണ്. ഓൺലൈൻ കമ്പൈലറിനെക്കാളും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കോഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതല്ല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് എങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈൻ കമ്പൈലേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഈ വീഡിയോയിലപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ മുതൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാം. അത് റൺ ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ മുതൽ സി ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാം. അപ്പം താങ്ക് യു.